ഹായ്, ഇന്ന് നമ്മളിവിടെ ആഷിഖ് സാറുണ്ട്. ബിഗ് ഫോറിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ബികോം BBA സ്റ്റുഡൻസിനുള്ള കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് സാറിൻ്റെ അടുത്ത് ക്ലിയർ ചെയ്യാം. സർ, ബിഗ് ഫോർ പോലുള്ള കീ ഓർഗനൈസേഷനിൽ ബികോം കഴിഞ്ഞവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്തൊക്കെ സ്കിൽസാണ് അവിടെ ആവശ്യമായിട്ടുള്ളത്? ഓഫ് കോഴ്സ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരു ബികോം ഗ്രാജുവേറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ബിഗ് ഫോർ ഓർഗനൈസേഷൻ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് അത്രയും ബികോം ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ BBA ഗ്രാജുവേറ്റ്സ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ ആവശ്യമുണ്ട്. ബട്ട് അതേസമയം അവരുടെ സ്കില്ലും കൂടെ അവർ നോക്കുന്നുണ്ട്. ഒരു 2-3 സ്കിൽസ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. സോ ഈ ബിഗ് ഫോർ ഓർഗനൈസേഷൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ക്ലയൻറ്റ് ഫേസിംഗ് ആയിരിക്കും. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഗതിയാണ്. കോളേജ് കഴിഞ്ഞ ഒരാൾ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പിലേക്ക്, ഒരു കോർപ്പറേറ്റ് സെറ്റപ്പിലേക്ക് മാറുമ്പോൾ അത്രത്തോളം ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിക്കോണമെന്നില്ല. സോ അത് സ്റ്റുഡൻസും നോക്കേണ്ടതുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യമാണ്, മോസ്റ്റ്ലി നമ്മളെ ബിഗ് ഫോർ ഓർഗനൈസേഷൻസ് MS മൈക്രോസോഫ്റ്റിൻ്റെ ടൂൾസാണ് ഉപയോഗിക്കുന്നുണ്ടാവുക. വേർഡ്, എക്സൽ, PPT. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അത് മോസ്റ്റ്ലി എക്സൽ ഫോർമാറ്റിലായിരിക്കും. ഒരു ഡോക്യുമെൻറ്റ് ക്ലയൻറ്റിലേക്ക് ഷെയർ ചെയ്യുന്നതാണെങ്കിൽ വേർഡിലായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി നമ്മൾ ക്ലയൻറ്റിലേക്ക് ഒരു പ്രസൻറ്റേഷനാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് PPT ഫോർമാറ്റിലായിരിക്കും. സോ ഈ 3 മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ഓൺ എ ഡെയിലി ബേസിസ് യൂസ് ചെയ്യുന്ന MSൻ്റെ ടൂൾസ് നമ്മൾ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കുന്നത് ഉപകാരപ്പെടും. സോ മൂന്നാമതായിട്ട് ഇപ്പം നമ്മളൊരു പുതിയൊരു ഗ്രാജുവേറ്റ് നമ്മൾ ഓർഗനൈസേഷനിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ എല്ലാം അറ്റ് ഫസ്റ്റ് ഡേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. സോ അവരെത്രത്തോളം ലേൺ ചെയ്യാൻ, പഠിക്കാൻ, ഗ്രോ ചെയ്യാൻ റെഡിയാണെന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസും അവിടെ ഉണ്ട്. അവരെ എങ്ങനെ സെൽഫ് ഡെവലപ്മെൻറ്റ് ചെയ്യാം, അവരുടെ സ്കില്ല് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി കോഴ്സായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ 3 സ്കിൽസ്, ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ടൂൾസ് യൂസ് ചെയ്യാൻ അറിയുന്ന ഒരാളാണ്, നല്ല രീതിയിൽ നിങ്ങൾ ഇതെല്ലാം പഠിക്കാൻ ആപ്റ്റായിട്ടുള്ള ഒരാളാണ്, നിങ്ങളിതിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ യു ഹാവ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഒരു എംപ്ലോയി എക്സൽ അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? സോ ഒരു എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓഫീസ് വർക്കാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എക്സൽ എന്നുള്ളത് നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടൂളാണ്. നിങ്ങൾ ഡെയിലി ബേസിസിൽ ഈ എക്സൽ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ബിഗ് ഫോറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും എക്സൽ എന്നുള്ളത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ആണ്. എസ്പെഷ്യലി നിങ്ങളൊരു ബിഗ് ഫോറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി നിങ്ങൾക്ക് ക്ലയൻറ്റ് ഫേസിങ് റോളായിരിക്കും. മോസ്റ്റ്ലി നമ്മളെ MNCs ആയിരിക്കും ക്ലയൻറ്റ് ഉണ്ടാകുന്നത്. സോ അവരെ ബിസിനസ് എന്നുള്ളത് നമ്മളെ പേപ്പറിലോ ബുക്കിലായിരിക്കില്ല ബിസിനസ് റൺ ചെയ്യുന്നത്. അവരുടെ ബിസിനസ് റൺ ചെയ്യുന്നത് പ്രോസസ്സ്, സിസ്റ്റം ത്രൂ ആയിരിക്കും. സിസ്റ്റം ജനറേറ്റഡ് റിപ്പോർട്ട്സ് ആയതുകൊണ്ട് അത് മോസ്റ്റ്ലി എല്ലാം ഒരു ബൾക്ക് രീതിയിൽ അല്ലെങ്കിൽ ഹ്യൂജ് ഡാറ്റ ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അത് കുറേ സമയം എടുത്തിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ സ്മാർട്ടായിട്ട് പവർ ക്വയറി, പവർ PIT പോലുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് എത്രയും ഫാസ്റ്റായിട്ട് നിങ്ങൾ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു, അവിടെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യും. നല്ല രീതിയിൽ നിങ്ങൾ കരിയർ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു ഫൈനാൻസ് റോളിൽ അല്ലെങ്കിൽ ഏതൊരു റോളാണെന്നുണ്ടെങ്കിലും എക്സൽ എന്നുള്ളത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ആണ്. സോ അതുകൊണ്ട് എത്രത്തോളം അഡ്വാൻസ് ടൂൾസും കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് നമ്മളെ ടൈം കുറക്കുന്നോ അല്ലെങ്കിൽ ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നമുക്ക് ടൈം ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടും. ഇപ്പോൾ ബികോം കഴിഞ്ഞിട്ട് ഉടൻ തന്നെ നേരിട്ട് ജോലിയിൽ കയറുന്ന ആളുകളുണ്ട്. അവർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ബികോം കഴിഞ്ഞിട്ട് ഒരു ഫ്രഷറായിട്ട് ഗ്രാജുവേറ്റ് ചെയ്തിട്ടുള്ള ഒരാൾ ജോലിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ കോളേജ് ടു കോർപ്പറേറ്റ് എന്നുള്ളൊരു ട്രാൻസിഷൻ അത് നല്ലൊരു ഗ്യാപ്പായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. മെയിൻലി എനിക്ക് മനസ്സിലായിടത്തോളം നമ്മളെ കറൻറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നുള്ളത് ഔട്ട്ഡേറ്റഡ് ആണ്. എന്താണ് ഒരു എംപ്ലോയർക്ക് വേണ്ടത്, ആ കാര്യങ്ങളൊന്നും നമ്മളെ കോളേജിലോ അല്ലെങ്കിൽ പുറത്തുനിന്നോ നമുക്ക് കിട്ടുന്നില്ല. പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഈ ഒരു കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ടെക്നിക്കൽ സ്കിൽസ് ആയിക്കോട്ടെ, സോഫ്റ്റ് സ്കിൽ ആയിക്കോട്ടെ, എംപ്ലോയർ എന്നുള്ള രീതിയിൽ അവരെ ഓർഗനൈസേഷനിലേക്ക് പുതിയതായിട്ട് ഒരാൾ വരുന്നതാണെന്നുണ്ടെങ്കിൽ ഈ പെർട്ടിക്കുലർ സ്കിൽസ് എല്ലാം നോക്കുന്നുണ്ട്. കോർപ്പറേറ്റ് ലൈഫിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഇത്രത്തോളം നമ്മൾ കേപ്പബിൾ ആയിട്ടുണ്ടാവില്ല. നമ്മൾ ഓൾറെഡി നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പഠിച്ച, നമ്മളെ കോളേജിൽ പഠിച്ച ജസ്റ്റ് തിയറി കാര്യങ്ങളാണ് നമ്മൾ മോർ അറിയുന്നത്. പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് നമ്മൾ അക്വയർ ചെയ്തിട്ടില്ല. സോ ഒരു എംപ്ലോയറിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരാളെ ഒരു അറ്റ്ലീസ്റ്റ് 6 months ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. സോ ഇതെല്ലാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ കൊമേഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ബികോം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ നിങ്ങളെ എന്തൊക്കെയാണോ ഇൻഡസ്ട്രിയിലേക്ക് വേണ്ടുള്ള കാര്യങ്ങൾ, സ്കിൽസ്, ടെക്നിക്കൽ സ്കിൽസ് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൈക്രോസോഫ്റ്റിൻ്റെ ടൂൾസ്, വേർഡ്, എക്സൽ, PPT, ഈ കാര്യങ്ങളെല്ലാം അല്ല, നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നിങ്ങളെ നെറ്റ്വർക്കിംഗ് സ്കിൽസ്, ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ യൂസ് ചെയ്യുക. സോ ഇതെല്ലാം നമ്മളൊരു
യൂഷ്വലി ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മളൊരു വൺസ് കോർപ്പറേറ്റിൽ എൻ്റർ ചെയ്താൽ മാത്രമേ കാണുന്നതായിട്ടുള്ളൊരു കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സോ നിങ്ങളൊരു കോർപ്പറേറ്റ് ലൈഫ് ലാഡർ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കോർ സ്കിൽസ് ആയിട്ടുള്ള ഈ ടെക്നിക്കൽ സ്കിൽസും സോഫ്റ്റ് സ്കിൽസും നെറ്റ്വർക്കിംഗ് സ്കിൽസ് ഇതെല്ലാം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യേണ്ടതാണ്. സോ ഇതാണ് മോസ്റ്റ്ലി ഒരു ഫസ്റ്റ് ഇനീഷ്യൽ 6 months ഈവൻ ന്യൂ ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാളും ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്. അതേപോലെ തന്നെ എംപ്ലോയർ ഇവരെ മനസ്സിലാക്കാനും ട്രെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നത്. അതുപോലെ കേരളത്തിലെ കുട്ടികൾ അവർ അക്കാഡമിക്കലി എക്സലന്റ് ആണെങ്കിൽ പോലും അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു സാലറി അവരൊരു ജോലിയിൽ കയറുമ്പോൾ കിട്ടുന്നില്ല. അതിന്റെ കാരണം എന്തായിരിക്കും? സോ അതിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു കാരണങ്ങളല്ല, പല കാരണങ്ങളുണ്ട്. ലാക്ക് ഓഫ് അവെയർനെസ് ഉണ്ട് കുട്ടികളിൽ. ഒരു BCom അല്ലെങ്കിൽ BBA പഠിച്ച ഒരാൾ എവിടേക്കാണ് ഹയറിംഗ് ഉള്ളത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് അവരെ എംപ്ലോയേഴ്സായിട്ട് വരാൻ ചാൻസ് ഉള്ളത്, എന്താണ് സാലറി, എന്തൊക്കെയാണ് കറൻ്റ്ലി ആ ഒരു വർക്കിൽ എന്തൊക്കെ ടെക്നിക്കൽ സ്കിൽസ് വേണം, എന്തൊക്കെ സോഫ്റ്റ് സ്കിൽസ് വേണം, അല്ലെങ്കിൽ എവിടെയാണ് ആ വർക്ക് ഉള്ളത്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കുട്ടികളിൽ വളരെ അവെയർനെസ് കുറവാണ്. സോ രണ്ടാമതൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിക്ക് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു, ഓക്കെ, പെർട്ടിക്കുലർലി ആരായിട്ട് കണക്ട് ചെയ്യണം, നെറ്റ്വർക്കിംഗ് അതൊരു കീയാണ്. നമ്മളെ കുട്ടികളിൽ അത് വളരെ ലാക്ക് ആവുന്നുണ്ട്. സോ ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോംസ്, ഈ പ്ലാറ്റ്ഫോം നമ്മളൊരു BCom അല്ലെങ്കിൽ BBA ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വർക്കിൽ കയറുന്നതിൻ്റെ മുന്നായിട്ട് നിങ്ങളൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ആ നെറ്റ്വർക്കിലൂടെ നിങ്ങളെ പ്രപ്പോസ്ഡ് എംപ്ലോയീസ് അല്ലെങ്കിൽ എംപ്ലോയേഴ്സിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സോ എവിടേക്കാണ് ഹയറിംഗ് ഉള്ളത്, ഏതൊക്കെ കമ്പനീസ് ഏതൊക്കെ പാക്കേജിലാണ് ഹയർ ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മളെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കോളേജിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം ആകുമ്പോഴേക്ക് നമുക്ക് എന്താവും, നമ്മളെ നെറ്റ്വർക്ക് ബിൽഡായി സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നെറ്റ്വർക്കിൽ ചോദിക്കാൻ സാധിക്കും എവിടേക്കാണ് ഹയറിംഗ് ഉള്ളത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അവെയർ ആയിരിക്കും. സോ അതുകൊണ്ട് എന്തായി, നമ്മൾ കോളേജ് കഴിയുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ മൂന്നാമതായിട്ട് എനിക്ക് തോന്നുന്നത്, സോ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ജോബിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, നമുക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂളായി നിൽക്കുക. സോ ഇൻ്റർവ്യൂയർ എന്താ നോക്കുന്നത്, ഈ ഒരു പെർട്ടിക്കുലർ കാൻഡിഡേറ്റിന് എത്രത്തോളം സ്കിൽസ് ഉണ്ട്, എത്രത്തോളം നമ്മളെ ഓർഗനൈസേഷനിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും, എത്രത്തോളം ആൾ ലേൺ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. സോ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സോഫ്റ്റ് സ്കിൽസ് ആണെങ്കിലും ടെക്നിക്കൽ സ്കിൽസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ജോലി കയറുന്നതിന് മുന്നായിട്ട് നമ്മൾ റെഡിയാക്കി ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യണം, എങ്ങനെ നെറ്റ്വർക്ക് ചെയ്യണം എന്നുള്ളത്, ആരോടൊക്കെ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത്. സോ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ മൈക്രോസോഫ്റ്റിൻ്റെ എക്സൽ, വേർഡ്, PPT, ദാറ്റ് ഈസ് യു ഷുഡ് ലേൺ. ആ ഒരു ടൂൾസ് എല്ലാം ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ വർക്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് നമ്മൾ ഓൺ എ ഡെയിലി ബേസിസ് യൂസ് ചെയ്യുന്ന ടൂൾസാണ്. സോ ഈ ഒരു സ്കിൽസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുട്ടികളിൽ ഫ്രഷ് ഗ്രാജുവേറ്റ് എന്നുള്ള രീതിയിൽ ലാക്ക് ചെയ്യാറുണ്ട്. സോ അതെന്ത് ചെയ്യണം, നമ്മൾ പഠിക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ വൺസ് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്കിൽസ് എല്ലാം അക്വയർ ചെയ്യാൻ മാക്സിമം നോക്കേണ്ടതുണ്ട്. പിന്നെ വൺസ് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഇതിലെല്ലാം ഗുഡാണെന്ന് നോക്കുക, നമ്മൾ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്തു. സോ ഇൻ്റർവ്യൂ നമ്മളെ ഇമ്പ്രസ് ചെയ്യാൻ സാധിച്ചു. ഈ പെർട്ടിക്കുലർ കാൻഡിഡേറ്റ് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നെഗോസിയേഷനിൽ നമ്മളെ കുട്ടികൾ വളരെ ബാഡായിട്ടുണ്ട്. നെഗോസിയേഷൻ വാട്ട് ഐ മീൻസ് ലൈക്ക് ആ ഒരു പെർട്ടിക്കുലർ ജോബ് റോളിന് എന്താണ് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് പാക്കേജ് ഉള്ളത്. ചിലപ്പോൾ നമ്മളൊരു ജോബ് കിട്ടിയ എക്സൈറ്റ്മെൻറ്റിൽ ഒരു ലോവർ പാക്കേജിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ തയ്യാറാവും. ബട്ട് നമ്മളൊരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ നമ്മളൊരു അവെയർനെസ് ഉണ്ട്, എന്താണ് നമ്മളെ സ്കിൽസ് സെറ്റ് ഉള്ളത്, ഇവിടെ എന്താണ് നമ്മളെ പൊസിഷൻ ഉള്ളത്, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആ ഒരു കമ്പനിയിൽ എത്രത്തോളമാണ് നമ്മളൊരു കറണ്ട് റോളിന് നമ്മൾ ഏത് പൊസിഷനിലേക്കാണോ ഹയർ ചെയ്തെടുക്കുന്നത് ആ ഒരു പൊസിഷനിൽ എത്രത്തോളമാണ് അവരിപ്പോൾ കറൻ്റ്ലി പാക്കേജ് കൊടുക്കുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം നമ്മളെ അവെയർനെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോംസിലെല്ലാം യൂസ് ചെയ്തിട്ട് അവിടെ നിന്നുള്ള നോളജ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആ ഒരു എംപ്ലോയർ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് റീച്ച് ഔട്ട് ചെയ്യാം. അവിടെ നമ്മളെ സെയിം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത് വേണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ള സ്കില്ല്, ഇതെല്ലാം യൂസ് ചെയ്തിട്ട് പുള്ളിക്കാരനോട് നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്തിട്ട് എത്രത്തോളമാണ് നമുക്ക് ഒരു പാക്കേജായിട്ട് കിട്ടുക എന്നുള്ളത് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും. സോ ആസ് എൻ HR അവരെന്ത് ചെയ്യും, അവർ കോസ്റ്റ് എപ്പോഴും മിനിമലായിട്ട് കീപ്പ് ചെയ്യാൻ നോക്കും. നമ്മളെന്ത് ചെയ്യണം, നമ്മളെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ സെൽഫ് അവെയർനെസ് ഉണ്ടാവണം. ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് എന്താണ് അവർക്ക് പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നത്, ആ ഒരു പാക്കേജിൽ ആ ഒരു പൊസിഷനിൽ നമ്മൾ കയറാൻ നോക്കണം. ഇത് നമ്മളെ കുട്ടികളിൽ ലാക്കായിട്ടുണ്ട്. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ രീതിയിലുള്ള നെഗോസിയേഷനും അവെയർനെസ്സും കാര്യങ്ങളെല്ലാം എടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ഫ്രഷ് ഗ്രാജുവേറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. നിങ്ങളിപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ എന്നോട് ഞാൻ എൻ്റെ ഏർലി കരിയറിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വോണ്ട് ബി ഏബിൾ ടു ആൻസർ.
സോ ഒരു ഫ്രഷ് ഗ്രാജുവേറ്റ് എന്നുള്ള രീതിയിൽ കോർപ്പറേറ്റേക്ക് നോക്കുന്ന ഒരാൾക്ക് അത്രത്തോളം അവയർനെസ് ഇല്ല. സോ അവയർനെസ് ഉള്ള ആൾ എന്ത് ചെയ്യണം, ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് ചില ടൈമിൽ ഈ കുട്ടികൾ ഒന്നില്ലെങ്കിൽ കുട്ടികൾ ആവശ്യപ്പെട്ടിട്ട് നമ്മളെ മെൻറ്ററിങ് എന്നുള്ള രീതിയിൽ ആരെങ്കിലും റീച്ച് ഔട്ട് ചെയ്യുക, എന്നിട്ട് അവരുടെ അടുത്ത് നിന്ന് എന്താണ് അവരുടെ എക്സ്പീരിയൻസ്, എങ്ങനെ ക്രാക്ക് ചെയ്യാം, എന്തൊക്കെ ടെക്നിക്കൽ സ്കിൽസ് വേണം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കണം. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കറക്റ്റ് റോഡ് മാപ്പ് ഉണ്ടാക്കിയിട്ട് കുട്ടികൾ വൺസ് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ ആ രീതിയിലൊന്ന് അപ്രോച്ച് ചെയ്യേണ്ടതാണ്.